തൃശൂർ ജില്ലയുടെ തീരപ്രദേശത്ത് തെങ്ങുകളിൽ വെള്ളീച്ചകളുടെ ആക്രമണം. ചാവക്കാട് മേഖലയിലെ കേര കർഷകർ ഇതോടെ പ്രതിസന്ധിയിലായി. വൈറ്റ് ഫ്ലൈസ് എന്നറിയപ്പെടുന്ന വെള്ളീച്ചകളെ തുരത്താൻ മിത്രകീടങ്ങളെ ഉപയോഗിക്കുകയാണ് പതിവ്. എന്നാൽ മതിയായ ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ അവഗണിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. ചാവക്കാട് നഗരസഭയുടെയും സമീപ പഞ്ചായത്തുകളുടെയും തീരമേഖലയിലാണ് വ്യാപകമായി വെള്ളീച്ചകളുടെ ആക്രമണം. തെങ്ങുകൾക്ക് മുകളിൽ മുട്ടയിട്ട് പെരുകുന്ന കീടങ്ങൾ തെങ്ങോലകളെ ഉണക്കി വീഴ്ത്തുകയാണ് പതിവ്. ഇതോടെ തെങ്ങുകളും പൂർണ്ണമായി നശിക്കും. പുന്നയൂർ പഞ്ചായത്തിൽ മാത്രം 50,000-ലേറെ തെങ്ങുകൾക്കാണ് ഉണക്ക ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഈ പ്രാണികൾ പിടിപെട്ടിട്ടുള്ള എല്ലാ തെങ്ങുകളും ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൻതോതിൽ കൃഷി നശിക്കാനുള്ള സാധ്യത ഈ പ്രദേശത്തുണ്ട്. ബിവേറിയ വാസിയാന എന്ന മിത്രകീടങ്ങളെ ഉപയോഗിച്ച് ഇവയെ തുരത്തുകയാണ് ഏക പോംവഴി. 250 ഗ്രാം മിത്രകീടങ്ങൾക്ക് പൊതുവിപണിയിൽ 600 രൂപയോളം വിലയുണ്ട്. ഇത് വാങ്ങുവാനായി മതിയായ ഫണ്ടില്ലെന്നാണ് കൃഷിവകുപ്പ് അധികൃതർ പറയുന്നത്. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാർഷിക സർവകലാശാലയുമായി സഹകരിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിനിപ്പോൾ കൃഷി ഓഫീസർ ഇല്ലെങ്കിൽ പോലും നമുക്ക് അത് അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചെയ്യാവുന്ന സംവിധാനം ചെയ്യാവുന്നതാണ്. തെങ്ങോലപ്പുഴുവിന്റെ ആക്രമണം മൂലം പ്രതിസന്ധിയിലായ കേര കർഷകർക്ക് കടുത്ത തിരിച്ചടിയായിരിക്കുകയാണ് വെള്ളീച്ചകളുടെ ആക്രമണം. രാജു ഗുരുവായൂരിനൊപ്പം റിപ്പോർട്ടർ, തൃശൂർ.